ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിം വിത്ത് ദ ബെസ്റ്റ് ചാനലിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഗെയിമിൻ്റെ റിവ്യൂ ചെയ്യുന്നു. റോബ്ലോക്സ് അല്ല, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇന്ത്യൻ ഹെവി ഡ്രൈവർ സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. ഇതിനകത്ത് മിഷൻ ഉണ്ട്, രണ്ടെണ്ണം, പാർക്കോർ റാമ്പ്, അതൊക്കെ പിന്നെ നോക്കാം. പ്ലേ അടിച്ചിട്ടുണ്ട്. ഇതിന് ലോഡാവും. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ നിന്ന് കണ്ട ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗെയിം, ഇതാണ് നമ്മൾ ഗൈസ്. എന്നാ ഇവിടെ എന്തോ കാണിക്കുന്നത്, കുറേ ഇമോട്ടൊക്കെ ഉണ്ട്. എങ്ങനെ നിർത്തും? മതി. ഇതെന്തോ പോട്ടെ. ഒരുപാട് ഗ്ലിച്ചസും അതും ഇതൊക്കെ ഉണ്ട്. ചെറിയ വീടാണ് ഈ ഗെയിമിൽ നമുക്ക് വന്നേക്കുന്നത്. ബെഡ്റൂം ഭയങ്കര വലുത്, TV ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പേഴ്സണിൽ ഇടാം, പക്ഷെ അത് സുഖമില്ല. സ്വിമ്മിങ് പൂളുണ്ട്, സ്വിമ്മിങ് പൂളിൽ ചാടി. സ്വിമ്മിങ് പൂൾ ഗ്രാഫിക്സിനെല്ലാം നമ്മൾ നല്ല 9.5 കൊടുക്കാം. ഇനി കാറിനകത്ത് കയറുന്ന ആനിമേഷൻ ഒന്നുമില്ല, ആനിമേഷൻ ഇല്ല ഗൈസ്, ദാറ്റ് 0. കാറിന് ബൂസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് കൊള്ളാം, നല്ല കാര്യം. ഹോണ് നോക്കാം, നല്ല ഹോണും ഉണ്ട്. അതെല്ലാം കുഴപ്പമില്ല. പക്ഷേ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഒന്നും വരുന്നില്ല, നമ്മൾ നേരെ അങ്ങ് ഇറങ്ങി. ഓക്കെ, നമുക്ക് സ്ലോ മോഷനിലിടാം. ഗണ്ണ് ആദ്യം തൊട്ട് തുടങ്ങാം. ഇത് സാധാ ഒരു ഗണ്ണ്. വണ്ടിയൊന്നും ഇല്ല ഈ ഗെയിമിൽ. ഒരു വണ്ടിയൊന്നും പറ്റുന്നത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വണ്ടി തന്നെ അങ്ങ് കത്തിക്കാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മണ്ടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓ, അതൊക്കെ സീൻ. ഗണ്ണിന് അത്യാവശ്യം ഈ ഉണ്ട പോകുന്നതിൻ്റെ ഒക്കെ നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ. നമ്മളിനി ദൂരെ നിന്ന് വെടി വെച്ചോണ്ടിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. വേറെ വണ്ടിയിൽ നോക്കാം. പെട്ടെന്ന് വെട്ടി. ഇനി എന്താ ഉണ്ട്? ഓ, അത് പറക്കാനൊക്കെ പറ്റും ഗൈസ്. ഇത് കൊള്ളാം, നല്ല സ്പീഡൊക്കെ ഉണ്ട് സാധനം. പിന്നെ ഇവിടെ കുറേ പാർക്കോറുണ്ട്. ഈ 2 ടൈപ്പ് വണ്ടി മാത്രമേ ഉള്ളൂ ഈ ഗെയിമിൽ, ഈ യെല്ലോ ട്രക്കും പിന്നെ ട്രാക്ടറും. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ചീറ്റ് കോഡ് അടിക്കണം. ഓക്കെ, പറക്കുന്നത് കൊള്ളാം. ഫിഷ് ഫൈറ്റ്, ഓ അതെല്ലാം കൊള്ളാം ഗൈസ്. എൻ്റെ മോനെ, ഇയാള് സീൻ. മതി കറങ്ങിയത്. ഇത് സാധാരണ. ഓക്കെ, ഫൈറ്റിംഗ് ഒക്കെ സീന്. ഇനിയും ഇതെന്ത് സാധനം? ഇതെന്തുവാ ഗൈസ്? തോറിൻ്റെ ഹാമർ വരെ ഉണ്ട് ഗൈസ് ഈ ഗെയിമിൽ. ഓ മോനെ, ഇത് നമ്മൾ തോറിൻ്റെ ഹാമർ എടുത്ത് എറിഞ്ഞ് ഗൈസ്. അത് നമ്മളിനി തിരിച്ചു കൊടുക്കണോ? പിന്നെ നമ്മൾ അങ്ങോട്ട് ടെലിപ്പോർട്ടായി. വീണ്ടും എടുത്തെറിഞ്ഞു. ഓ, കാറൊക്കെ പൊട്ടി. ഇതൊന്നുകൂടി ഞെക്കി അത് തിരിച്ചു വരും. കൊള്ളാം, നമുക്ക് ടെലിപ്പോർട്ട് ആവാനും പറ്റും, പിന്നെ എവിടെ പോയാലും തിരിച്ച് വിളിക്കുകയും ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. ഉണ്ടോ? ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. വേറെ ഇനിയും ഒരു റോക്കറ്റ് ലോഞ്ചർ ഉണ്ട് ഗൈസ്. ന്യൂക്ലിയർ ബോംബാണോ ഈ പോകുന്നത്? നമുക്ക് പറന്നുകൊണ്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുമല്ലോ, അത് കൊള്ളാം. നമുക്കൊരു ബുള്ളറ്റ് വെടി വെച്ചിട്ട് അതിൻ്റെ പുറകെ പോവാം. ഓ, കറക്റ്റ് ഒരു ബുള്ളറ്റ് പോലെ അത് പോകുന്നത്. അതിനെല്ലാം നല്ല ഗ്രാഫിക്സ് ഉണ്ട്.
പക്ഷെ കൊണ്ടില്ല. ഓക്കെ. ഓ വൺ ഷോട്ട്. ഈ പൊട്ടി തെറിയുന്ന ഗ്രാഫിക്സ് ഒക്കെ സീൻ. ഇനിയും നമ്മുടെ കയ്യിൽ അയ്യോ താഴെ പോയി. ഇതെന്ത് സാധനം? ഓ സ്പൈഡർമാൻ. ഇവിടെ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വിങ് ചെയ്യാൻ പറ്റത്തില്ല. കൊള്ളാം. നോ യൂസ്. ഈ വണ്ടിയുടെ പുറകെ കിടന്ന് സ്വിങ് ചെയ്യാൻ പറ്റുമോ? സ്വിങ് കാണുന്നില്ല. ഓ ഏറ്റവും മണ്ടയ്ക്ക് വരെ പറ്റൂ. ഇറ്റ് ഈസ് ഗുഡ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓ മോനെ സ്ലിംഗ് ഷോട്ടൊക്കെ ചെയ്ത് പോവാം. ഉയ്യോ താഴെ വീണു. ഇടിച്ച് ചത്തില്ല കൈസ്. നല്ല ഓ നമ്മൾ മണ്ടയ്ക്ക് താഴെ വീണ് ബിൽഡിങ്ങിന് താഴെ വീണപ്പോൾ അവിടെ കാലൊടിഞ്ഞെന്ന് തോന്നുന്നു. കാലൊടിഞ്ഞ പോലെ നടക്കുന്ന ആനിമേഷൻ അത് കൊള്ളാമല്ലോ. ഓക്കെ വേറെ എന്തോ ഉണ്ട്. സ്പൈഡർമാൻ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി എന്തുകൊണ്ട്? ഇനി ഇത് തെറ്റൊന്നും കാണുന്നില്ല. ഇതുണ്ടോ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് മതിലിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ തണ്ടേ. ഇതെന്തുവാ ഇത്? പറന്ന് എൻ്റെ മണ്ടയ്ക്ക് പോയാലോ? അയ്യോ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിപ്പോയി നമ്മൾ. ഓക്കെ ഫുഡെടുത്തു, ഇതെടുത്തു. ഓ മോനെ വോൾ ക്ലൈമ്പിങ്. പക്ഷേ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് വോൾ ക്ലൈമ്പിങ്. ഓ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല വോൾ ക്ലൈമ്പിങ്. ഇനിയും നമുക്ക് ഇതെന്ത് സാധനം? ഫ്ലെയിം ത്രോയറൊക്കെ ഉണ്ട്. താഴോട്ടാക്കിയ ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ സീൻ. ഒരു ട്രാക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് എൻ്റെ വഴി ഫ്ലെയിം ത്രോയർ വെച്ച് ഫ്ലെയിം ഇടാം. ഓ ഇതിൻ്റെ അകത്തോട്ട് പോകാം. നമ്മൾ കത്തിപ്പോയി ഗൈസ്. വാട്ട് ക്യാൻ വി ഡു? റീസ്റ്റാർട്ട് അടിക്കാൻ പറ്റില്ലേ? ഓക്കെ ചെറിയൊരു ആടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ഫ്ലെയിം ത്രോയർ വെള്ളത്തിൻ്റെ അടി വർക്കാവോ? വെള്ളത്തിൻ്റെ അടി വരെ ഫ്ലെയിം ത്രോയർ വർക്കാം ഗൈസ്. ഇത് വേറെന്തോ ഫ്ലെയിമാണ്. ഓ സീൻ. ഇവിടെ ഫുള്ള് തീയായി. ഇവിടെ നിന്ന് ഓടാം. ഇവിടെ അല്ല പറക്കാം. ഇനിയും ലാസ്റ്റ് ആൻഡ് ഫൈനൽ വെപ്പൺ ഇതെന്തുവാ? സോഡോ? ഐസ് കൊണ്ട് ഉണ്ടാക്കിയ സോഡ തോന്നുന്നു. ഓക്കെ ഇതിന് നമ്മൾ താഴെ ഇറങ്ങിയാലേ എബിലിറ്റി ഉപയോഗിക്കാൻ പറ്റുമോ? ഓ എന്തോ ഒരു ചുമന്ന സാധനമൊക്കെ, ചുമന്ന എയർ ലിക്വിഡ് പോലത്തൊക്കെയാ പോകുന്നുണ്ട്. നമ്മൾ അടിക്കുമ്പോൾ ഇതൊക്കെയുണ്ട്. എഫക്റ്റാണ് ഗൈസ്. നമ്മുടെ സോഡ് റെഡാവും. ഓ അതുള്ള നമുക്കിത് എറിയാൻ പറ്റും, പക്ഷെ അത് പൊട്ടിത്തെറിച്ചില്ല. ഓ ടെലിപ്പോർട്ട് ആകുമ്പോഴാണ് പൊട്ടിത്തെറിയുന്നത്. നമ്മളത് വീണ്ടും പറഞ്ഞു ആകാശത്തോട്ട് എറിഞ്ഞു. എന്നിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. ക്യാപ്റ്റൻ അമേരിക്ക മിയോഞ്ഞർ എടുത്ത പോലെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ വയസ്സ്? ക്യാപ്റ്റൻ അമേരിക്ക. സ്റ്റോപ്പ്, ഐ ആം ക്യാപ്റ്റൻ അമേരിക്ക. അയ്യോ ട്രാക്ടറായിരുന്നു, അത് കല്ലായിരുന്നു. അതെന്താ ഇങ്ങനെ വേസ്റ്റഡ് ആയെന്ന് അറിയത്തില്ല. ഓ വീണ്ടും ആഡ്.
അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇനിയും എനിക്ക് കിട്ടിയ അത്യാവശ്യം ചീറ്റ് കോഡ്സ് എല്ലാം ഞാൻ കാണിക്കാം. ഓക്കെ, ഇങ്ങനൊരു കാറ് വന്നു. ഇതും നമ്മുടെ ഇരിക്കുന്നത് സെയിം തന്നെ. നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, കാറിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് മതി ഗൈസ്, ഇതാ സെയിം. പിന്നെ ടു അടിച്ച വിശേഷമല്ലല്ലോ. ഒരു ലംബോർഗിനി അങ്ങോട്ട് കിട്ടില്ല. ലംബോർഗിനി അല്ല, പോർഷെ. സീന് പോർഷെ കിട്ടി ഗൈസ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചീറ്റ് കോഡ്. ഇതിൻ്റെ ബൂസ്റ്റ് ഉണ്ട് പുറകിൽ നിന്ന്, ബൂസ്റ്റൊക്കെ. സീന് സ്പീഡ് 200 200 വരെ പോകും. 200 ആക്കിയിട്ട് നമുക്ക് എടുത്തങ്ങ് ചാടാം. സീനരി ഡ്രിഫ്റ്റ് കണ്ടിട്ടുണ്ടോ? ഓ, സീന് ഡ്രിഫ്റ്റ്. ബൂസ്റ്റ് ഇൻഫിനിറ്റ് ആണെന്ന് തോന്നുന്നു. ഇതെന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വെക്കാൻ നമ്മൾ മണ്ടക്കാട്ട് ചാടി പോകും. അതുകൊള്ള ഇറങ്ങി എന്താ പറ്റും? ഒന്നും പറ്റില്ല. ഇനിയും വേറൊരെണ്ണമെന്ന് പറഞ്ഞാൽ ഇത് സൂപ്പറാ. ലാംബോർഗിനി സീനല്ലേ. ഇതിന് അതിനെക്കാട്ടി സ്പീഡ് ഉണ്ടാവില്ല, 200 തന്നെ. ഇപ്പൊ കണ്ടോണേ ഗൈസ്, 186 ആയി, 187, 188. ഓ, കാർ അങ്ങ് പോയി. കാറ് പോയി നോക്കാതെ എവിടം വരെ പോയെന്ന്. ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. കാറ് ഡീസ്പോൺ ആയോ അതോ അങ്ങ് പോയാ? ഇല്ല. ഇനിയും പിന്നെ ഉള്ളത് ഡാൻസ് കളിക്കാനുള്ളത്. പിന്നെ ഇതെന്തുവാ? അതെന്തോ ക്യാമറയുടെ എന്തൊക്കെയൊക്കെയോ. പിന്നെ ഇത് കൊള്ളാം, ഗാർബേജ് മാൻ. ഓക്കെ, അത് കൊള്ളാം. റാബിറ്റ്, വി ആർ റാബിറ്റ്, ഇതൊക്കെ കൊള്ളാം. മാസ്ക് ഉണ്ട്, പിന്നെ ഹാറ്റ് ഒരെണ്ണമുണ്ട്, ഒരു ബാഗുണ്ട്. പിന്നെ ഇത് മതി, നമ്മൾ റിച്ചാണല്ലോ. മ്യൂസിക് ഉണ്ട്. ഗ്രൈൻഡർ, ഡ്രം ബ്ലോക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫ്രീ ഫോർ യൂസ്. അത് കൊള്ളാം. ഇനിയും ക്ലൗഡ്. ഓക്കെ. ഓ, രാത്രി കുഴപ്പമില്ല, അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്. മഴ, ഇടിയും മഴയൊക്കെ. ഇതിട്ട ഒരു ക്ലൗഡി ആയ ഒരു ക്ലൗഡീസ് പോലെ. ഓക്കെ, വേറെ എന്ന് പറയുമ്പോൾ ഇതെന്തുവാ? ഇത് ഞെക്കാൻ പറ്റുന്നില്ല. ഷിൻചാൻ. നമ്മൾ വേറെ ഇങ്ങോട്ടോ ടെലിപ്പോർട്ടായ. എന്ത് സംഭവിക്കുന്നേ? തോണ്ട ഗൈസ്, ഷിൻചാൻ ഇരിക്കുന്നു. നമ്മൾ ഷിൻചാനായി ഗൈസ്. കൊള്ളാലോ. വി ആർ ഷിൻചാൻ നൗ. ഓക്കെ, സോഡുണ്ട്. ഉണ്ടോ ഷിൻചാൻ സോഡ് അറിയുന്നുണ്ടോ? പിന്നെ അത് മരത്തി കയറുന്നത്. ഇതെന്തോ ബോംബോ? എന്തോ ബോംബ് പോലെ എന്തൊക്കെയൊക്കെ വെച്ചു. മിയോനിയർ എടുത്തു ഗൈസ് നമ്മൾ. മോനിയർ ചേർന്ന് പോയി. ഷിൻചാൻ മിയോനിയർ പിടിച്ചില്ല. മിയോനിയർ താഴെ എങ്ങോട്ടാ പോയി?
പിന്നെ ഫിസ്റ്റ് ഉണ്ട്, ഇതുണ്ട്. ആ മറ്റേ ആ കാല് വെച്ച് ചവിട്ടുന്നതാണ് എനിക്ക് വേണ്ടത് മോനെ. ഇനിയാണ് ഇതൊക്കെ കൊള്ളാം. ഇതിനി നമ്മൾ എന്തോ ചെയ്യും? ഓട്ടെ, ഇനി എന്തോ ഉണ്ടല്ലോ, ഹൾക്കായിരിക്കും അത് മിക്കവാറും. അയ്യോ, ഇതൊക്കെ മണ്ടക്കോട്ട് നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഹൾക്കിൻ്റെ ഗ്രാഫിക്സ് ഉണ്ടോ മോനെ? അതൊക്കെ സീൻ കോഡ് പോകും. ഹൾക്കിൻ്റെ ചെറിയതുപോലെ. ഇതെന്താ സാധനം? ഓ ഗായ്സ്, നമ്മൾ തറയുന്ന ഒരു പാറ എടുത്തങ്ങ് എറിഞ്ഞു. അത് വല്ല തറയുന്ന ഇല്ല, എവിടുന്നോ ഇല്ലാത്തൊരു പാറ അങ്ങ് എടുത്തങ്ങ് എറിഞ്ഞു. ഹൾക്ക് വിത്ത് മിയോനിയർ കണ്ടോ ഗൈസ്? മറ്റേ അവഞ്ചേഴ്സ് സിനിമയ്ക്കകത്ത് ഹൾക്കിന് മിയോനിയർ വെക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടോ? ലുക്ക് ദിസ്. പഴംപൊരി ഇരിക്കുന്ന പോലെ ഉണ്ട് ഹൾക്കിൻ്റെ കയ്യിൽ. വേറെ എല്ലാം സെയിം തന്നെയാണ്. ഫ്ലെയിം ത്രോയർ വെച്ച് ഫ്ലെയിം ത്രോയർ എന്തുവാണേലും ഹൾക്ക് കത്തിപ്പോവും ഗൈസ്, അതെന്തുവാണേലും. ഓക്കെ, നമുക്ക് വീണ്ടും ഹൾക്കിനെ എടുക്കാം. ഇത്തവണ പെട്ടെന്ന് നമ്മൾ ഫിസ്റ്റ് ഇടാം ഗൈസ്, അതാണ് നല്ലത്. ഓ കറക്റ്റ്, ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ. ഇനിയുണ്ടല്ലോ അതെന്തോ. അയ്യോ ഗൈസ്, എന്തോ സംഭവിച്ചേ? ഓ ഗൈസ്, ഇതെന്തോ ഇങ്ങനൊക്കെ? ഇതെന്തോ നമ്മുടെ പുറകെ വരുന്നേ? ഇതെന്തോ മോനെ? സോംബീസൊക്കെ വന്നു ഗൈസ്. ഞാൻ ഏതെങ്കിലും വേറൊരാളായിട്ട് ടെലിപ്പോർട്ട് ആവുമെന്ന്. നമ്മൾ കുറേ സോംബി വന്നു ഗൈസ് നമ്മളെ കൊല്ലാൻ. വി ആർ ഹൾക്ക്. സോംബിയുടെ കൂടെ കുറേ ലാഗും വന്നു ഗൈസ്. പോടാ, ഇതെന്തോ കൈയുടെ സിമ്പിൾ കാണിക്കുന്നു? ഓ, നമ്മൾ സോംബിയെ കയ്യിലെടുത്തോണ്ട് പോകുന്നു. പോടാ, ഇനി അവിടെ ഒരു സോംബി ഇപ്പോൾ ഉണ്ടല്ലോ. അയ്യോ, എടാ പോടാ പോടാ. ഗായ്സ്, സോംബീസ് എല്ലാം തിരിച്ചെണീക്കുന്നു. നമുക്ക് ഗണ്ണെടുക്കാം. പക്ഷെ ഗണ്ണല്ലല്ലോ, മിയോനിയർ. അത്രേ ഉള്ളൂ. അയ്യോ, സോംബി ഭയങ്കര റിയലിസ്റ്റിക് ആയത്. കറക്റ്റ് ഒരു സോംബിയുടെ എല്ലാ സ്വഭാവവും ഉണ്ട് ഇതിന്. നമുക്ക് എറിയാം ഗൈസ്, അത്രേ ഉള്ളൂ. എടാ ചാട. എടാ ഹൾക്ക് അനങ്ങുന്നില്ല. ഓ ഭാഗ്യ, സോംബി അങ്ങ് തുറച്ചു പോയി. എന്താ ഹൾക്ക് അനങ്ങാത്തേ? അവന്മാരെ വിളിച്ചതും ലാഗും എല്ലാം വന്നു. റീസ്റ്റാർട്ട് അടിക്കാം മോനെ, അത് സീനായിരുന്നു. ഒക്കെ പറന്നിരിക്കുക, അതാകുമ്പോൾ അവന്മാർക്ക് അടിയാൻ പറ്റത്തില്ല. സോഡും എടുക്കാം. സോഡ് വേണ്ട, ഫ്ലെയിം ത്രോയർ മതിയാ സെറ്റ്. വേറൊരു സാധനമുണ്ട്. ഇനി ഇതെന്തുവാണ്? അയ്യോ, ഇത് സോംബി. അപ്പം ഇതെന്തുവാ? ഓ, ഇത് ആൾക്കാര്. ഇവന്മാരൊന്നും ചെയ്യത്തില്ല. അയ്യോ, ഓടാ. വാടാ, ഇങ്ങോട്ട് വാ. അത്രേ ഉള്ളൂ, എല്ലാം എണ്ണവും നമ്മുടെ അടുത്ത കളി. അയ്യോ, ചത്തു. നമ്മൾ നൈസായിട്ട് വെള്ളത്തിൻ്റെ അടിയിലെ തീൻ്റെ അകത്ത് പോയി വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് തീ കൊണ്ട് ചത്തുപോയി ഗൈസ്. അത്ര ലോജിക്ക്. നമ്മൾ പറന്ന് അടാക്കുന്നു. ഇതെന്തുവാ? റീസ്റ്റാർട്ട് പിടിച്ചു. നമ്മൾ പറന്നങ്ങ് പോയതാ. ഗെയിമിൽ ഇപ്പോൾ ഇറക്കിയതേ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഇഷ്ടം പോലെ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ട്. ഇനിയും പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഇത് പിന്നെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ഗെയിമിന് ടോട്ടൽ എല്ലാ ഗ്രാഫിക്സും അത് ഇതൊക്കെ സീനാണ്.
പിന്നെ നമുക്ക് വേറെ ഈ ട്രക്കിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അതൊക്കെ വളരെ ഒരു കുഴപ്പമാണ്. ടോട്ടലൊരു 7. ഒരുപാട് ഗ്ലിച്ചൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് മ്യോനിയറും സോഡും ഫ്ലെയിം ത്രോയറും പറക്കാൻ പറ്റുന്നത്, മരം കയറുന്നത്, സ്പൈഡർമാനും അതെല്ലാം സെറ്റാണ്. നാഗപ്പാട് 2 വണ്ടിയേ ഉള്ളൂ ഇതിനകത്ത്. അത് അത്യാവശ്യം ഒരു ഡൗൺ ഗ്രേഡാണ്. ഇനി എന്തായാലും സമയമുണ്ടല്ലോ, ഈ ഗെയിം ഇമ്പ്രൂവ് ആയി വരും. നമുക്ക് തറയിൽ വരെ ശൂന്യല്ലേ. ഇങ്ങനെ ആയിക്കൊണ്ടിരുന്ന നമുക്ക് സ്ലിംഗ് ഷോട്ട് അടിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്പൈഡർമാൻ 2 ആ സ്ലിംഗ് ഷോട്ട്. നമ്മൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് പോയി. ഗ്ലിച്ച് അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗെയിമിംഗ് വിത്ത് ദ ബീസ്റ്റിൻ്റെ വക ബൈ.